സന്തോഷമായിരിക്കുന്നു എന്ന് കരുതുന്നു. അനുഗ്രഹീതമായ ഒരു ദിവസം കൂടി നമുക്ക് ദൈവം ദാനമായി നൽകി. ചാനൽ 1-ൽ പ്രയർ ടൈമിലൂടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ എൻ്റെ മാന്യ സഹോദരങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഓർപ്പിക്കുന്നു. ഓരോ ദിനം ലഭിക്കുമ്പോഴും നമ്മൾ വലിയ ഭാഗ്യം ലഭിച്ചവരാണ്. ഒരു ദിവസം കൂടെ സ്വച്ഛവായു ശ്വസിച്ച് ഈ ഭൂമിയുടെ പരപ്പിൽ നമുക്ക് ജീവനോടെ ഇരിപ്പാൻ നൽകിയിരിക്കുന്നത് എത്ര മഹാഭാഗ്യമാണല്ലേ. ഇന്നലെ രാത്രി ഉറങ്ങിയവരിൽ പലർക്കും ഇന്ന് പുലരുവാൻ കഴിയാതെ പോയപ്പോൾ, പലരും ഒരു ദുഃഖത്തിന് കാരണമായി തീർന്നപ്പോൾ നമ്മൾ എത്രയോ ഭാഗ്യത്തോടെ ഇന്നായിരിക്കുന്നു അല്ലേ. ദൈവത്തിന് മഹത്വം. എന്നെ കാണുന്ന എല്ലാ മാന്യ സഹോദരങ്ങൾക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദിയും സ്നേഹവും അറിയിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുകയും കൂടെ ചെയ്യുകയാണ്. സ്വന്തം ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ഇരിക്കുവാനും ഇന്ന് ഈ സംസാരിക്കാനും ഒക്കെ ഉള്ളൊരു അവസരം ഒരുങ്ങുന്നത് അല്ലേ. ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ മേലുള്ളത് കൊണ്ടാണ് അല്ലേ. നമ്മളൊരിക്കലും ശപിക്കപ്പെട്ടവരല്ല കേട്ടോ. ദൈവ സൃഷ്ടിയാണ് നമ്മൾ. ദൈവത്തിൻ്റെ സൃഷ്ടിയായ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവർ തന്നെയാണ്. ശാപത്തിന് കീഴിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിയാതെ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ദൈവ വഴികളെ വിട്ട് പാപത്തെ പച്ചവെള്ളം പോലെ നുകർന്നുകൊണ്ട് പാപപങ്കുലമായ വഴികളിലൂടെ നടക്കുമ്പോഴാണ് ശാപത്തിന് നമ്മുടെ മേലെ അധിനിവേശമുണ്ടാകുന്നത്. ആക്ച്വലി കർത്താവിനെ മുഖത്തേക്ക് നോക്കുന്ന സകലരും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. കാരണം കർത്താവിന് വാക്കും തുടക്കവും എല്ലാം അനുഗ്രഹത്താലാണ്. സ്വന്തം ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അനുഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 1:27 നമുക്ക് കാണാൻ കഴിയുന്നൊരു ഭാഗം ഇപ്രകാരമാണ്. ദൈവം മനുഷ്യനെ തൻ്റെ സദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, അവനെ തൻ്റെ സദൃശ്യത്തിൽ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യത്തിൽ പറയാം, അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അപ്പം മനുഷ്യനെ നമ്മൾ ആദമിനെയാണ് സൃഷ്ടിച്ചതെന്നുള്ള ഒരു തോന്നൽ പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് പിന്നെ ആദ്യം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, ആദമിനെ സൃഷ്ടിച്ചു, പിന്നെ പെണ്ണിനെ സൃഷ്ടിച്ചു. അല്ല, അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്ന് പറയും. അപ്പൊ ദൈവത്തിന്റെ ആദ്യ സൃഷ്ടിയായ ആദമിൽ തന്നെ സ്വതന്ത്രം സ്ത്രീയും പുരുഷനും ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ സ്പഷ്ടമാണ്. അതുകൊണ്ടാണല്ലോ ആദമിന്റെ വാരിയലിൽ നിന്നെടുത്തിട്ടാണല്ലോ സ്വതന്ത്രം സ്ത്രീയെ മെനയുന്നത്. അപ്പം ഈ ദൈവ സൃഷ്ടിയുടെ പ്രാരംഭത്തിൽ മനുഷ്യ സൃഷ്ടിക്കകത്ത് ആണും പെണ്ണും ഒന്നായിരുന്നു സ്വതന്ത്രം. ആ സൃഷ്ടിക്കകത്തുനിന്ന് സ്വതന്ത്രം എടുത്ത് താൻ ഏകനായിട്ടിരിക്കുക സെപ്പറേറ്റ് തനിക്ക് മുൻപിൽ ഒന്ന് കാണുവാൻ തപ്പവണ്ണം സ്വതന്ത്രം സ്ത്രീയെയും കൂടെ ദൈവം ഒരുക്കി കൊടുത്തു. ശരിക്കും ദൈവത്തിന്റെ സൃഷ്ടിക്കകത്ത് ഏകത്വമാണ്, ഒന്നിപ്പിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ പദ്ധതി. ഒന്നിച്ചിരിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ പദ്ധതി. ആണും പെണ്ണും ഒന്നായിരുന്നു. അതായത് അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ആദമിനകത്ത് ആണും പെണ്ണും ഉണ്ടായിരുന്നു. അത് ദൈവത്തിന്റെ സൃഷ്ടിയുടെ ഒരു പ്രത്യേകതയാണ്. ആക്ച്വലി ദൈവ സൃഷ്ടി എല്ലാം അങ്ങനെയാണ്. ഈ ദൈവം സൃഷ്ടിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യം പ്രാരംഭത്തിലേക്ക് നമുക്ക് നോക്കിയാൽ ത്രിയേകനായിരുന്നവനെന്നാണ് പറയുന്നത്. ദൈവം ത്രിയേകത്വമായിരുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരു ഒന്നായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ദൈവത്തിന് എപ്പോഴും ഒന്നായിരിക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടം അല്ലേ. പിതാവ് വേറെ, പുത്രൻ വേറെ, പരിശുദ്ധാത്മാവ് വേറെ, രണ്ടുപേരും സെപ്പറേറ്റ് ടെറിട്ടറികൾ ഭരിക്കുക എന്നുള്ള ഏർപ്പാടുകളൊന്നുമല്ല അല്ലേ. ഒന്നായിരിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ആലോചന. ഒന്നായിരിക്കുക, ത്രിയേകത്വം. ദൈവത്തിൽ തന്നെ അത് തന്നെയാണ് കാണുന്നത്, ത്രിയേകത്വം. അത് മനുഷ്യനിലും ദൈവം ആഗ്രഹിക്കുന്നത് ഒന്നായിരിക്കുക എന്നുള്ളതാണ് കാണുന്നത്. അതുകൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. അവനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് പറയാം, അവനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അത് കഴിഞ്ഞ് എപ്പോഴാണ് ഇതിനെ സെപ്പറേറ്റ് ചെയ്തത്, അപ്പോൾ തൊട്ടാണ് എനിക്ക് തോന്നുന്ന പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായി തീർന്നത്. അങ്ങനെ സെപ്പറേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് പിന്നീട് അവർ പാപത്തിന്റെ സ്വാധീനം, ഒരു വ്യക്തി രണ്ട് ജഡത്തിലാക്കപ്പെട്ടപ്പോഴാണ് പാപത്തിന്റെ സ്വാധീനത്തിന് അവരെ സ്വാധീനിക്കാൻ കഴിഞ്ഞത്. ആ സ്വാധീനമാണ് അവരെ ദൈവരാജ്യത്തിൽ നിന്നും അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നിന്നും അകറ്റിക്കളഞ്ഞുവെന്ന് നമുക്കറിയാം. ഇന്നും അതൊക്കെ തന്നെയാണ്. പാപമാണ് ദൈവത്തിൽ നമ്മളെ അകറ്റിക്കളയുന്നത്. എന്നാൽ നമുക്ക് ഒരു വീണ്ടെടുപ്പിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നതോടുകൂടി സ്വതന്ത്രം വീണ്ടും ക്രിസ്തു യേശുവിലൂടെ നമ്മുടെ പിതാവായ ദൈവം നമ്മളെ ഒന്നിപ്പിക്കുകയും ചെയ്തു. ജഡപ്രകാരം രണ്ടായിട്ടാണ് നമ്മളെല്ലാവരും ആയിരിക്കും, 2-3 നമ്മൾ സെപ്പറേറ്റ് ആണെങ്കിലും ക്രിസ്തു യേശുവിൽ നിങ്ങൾ ഏക ശരീരമാകുന്നു എന്ന് തിരുവചനം പറഞ്ഞു അല്ലേ. ക്രിസ്തു യേശുവിൽ നിങ്ങൾ ഏക ശരീരമായി തീരുന്നു എന്ന തിരുവചനം ലേഖനത്തിൽ പറയുന്നത്. യേശു ക്രിസ്തുവിലൂടെ നിങ്ങൾ ഏക ശരീരമായി തീരുന്നു. അപ്പൊ ക്രിസ്തുവിൽ നമ്മളെ ഏക ശരീരമാക്കി തീർക്കുവാൻ വേണ്ടിയാണ് പിതാവ് അവനെ നുറുക്കിയത്. സ്വന്തം വിശ്വാസത്തിലൂടെ അല്ലെങ്കിൽ വിശ്വസിക്കുന്നതിലൂടെ ക്രിസ്തുവിൽ നമ്മൾ ഒരേ ശരീരമായി മാറി പിതാവിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുവാൻ യോഗ്യരായി തീരുക. ആ അവസ്ഥയാണ് സ്വതന്ത്രം പിതാവ് ആദിയിലും നമ്മുടെ മേലുണ്ടായിരുന്നത്. സ്വതന്ത്രം നമ്മൾ ഒന്നായിരുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരുന്നതുപോലെ മനുഷ്യനും ഒന്നായിരുന്നു.
ആ മനുഷ്യൻ സ്വന്തം പാപം ചെയ്ത് അകന്നു പോയി കഴിഞ്ഞ മനുഷ്യനെ വീണ്ടും ആ ഒടുക്കത്തെ ആദമായ ക്രിസ്തുവിലൂടെ, അതായത് അവനെ മരണപുനരുത്ഥാനത്തോടെ ഏകീഭവിച്ച് അവനെ സ്വീകരിക്കുന്നതോടെ വീണ്ടും ക്രിസ്തുവിൽ നമ്മൾ ഒന്നാകുകയാണ്, ക്രിസ്തുവിൽ നമ്മൾ ഒന്നു ചേരുകയാണ്. സ്വന്തം അങ്ങനെ ഒരുമിപ്പിക്കുന്നതാണ് ദൈവത്തിന്റെ ഒരു പദ്ധതി എന്നാണ് ഇന്ന് പ്രഭാതത്തിൽ എനിക്ക് പറയുവാനായിട്ട് ഞാൻ ഇന്ന് തിരഞ്ഞെടുത്തൊരു ഭാഗം. അപ്പോൾ ക്രിസ്തു യേശുവിലൂടെ നമ്മൾ വീണ്ടും ഒന്നായി ചേർന്നിരിക്കുക, അങ്ങനെ പിതാവിന്റെ സന്നിധിയിലേക്ക് നമ്മൾ പ്രവേശനം പ്രാപിച്ചിരിക്കുകയാണ്. സ്വന്തം അപ്പോൾ രണ്ടായിരിക്കുന്നിടത്ത് ഒരിക്കലും അനുഗ്രഹം ഉണ്ടാകുന്നില്ല, ഒന്നായിരിക്കുന്നിടത്താണ് അനുഗ്രഹം ഉണ്ടാകുന്നത്. ദൈവം അവരെ സൃഷ്ടിച്ച് 28-ാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ, അവരെ സൃഷ്ടിച്ചു, അവരെ ദൈവം അനുഗ്രഹിച്ചു. ഭൂമിയിലുള്ള സകല ചരാചരങ്ങളെയും സമുദ്രത്തിലുള്ള സകലതിനെയും ഭൂചര വസ്തുക്കളെയും സകലതിനെയും അടക്കി വാഴുവീൻ എന്നവരോട് പറഞ്ഞു. ഒന്നായവരോടാ വാഴാൻ പറഞ്ഞത്, ഒന്നായവനാ വാഴുന്നതും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അവർ ഒന്നായിരുന്നു. അവര് സകലത്തെയും വാഴുന്നത്, സകലത്തെയും നിർമ്മിച്ചവൻ, സകലത്തെയും വാഴുന്നവൻ ത്രിയേകനായിരുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ മനുഷ്യനും ഒന്നായി തീർന്നു കഴിഞ്ഞപ്പോഴാണ് ദൈവം വാഴുവാനുള്ള അധികാരം കൊടുത്തത്. അവരെ സെപ്പറേറ്റ് ചെയ്ത് പാപം അവരെ അകറ്റിക്കളഞ്ഞപ്പോൾ, പാപം അവരെ അകറ്റി അവരുടെ വ്യക്തിബന്ധത്തിൽ നിന്ന് അവരെ അകറ്റി ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് അകറ്റി എല്ലാം അവരെ സെപ്പറേറ്റ് ചെയ്ത് കളഞ്ഞു, അല്ലെ? അപ്പൊ പാപത്തിന്റെ പ്രത്യേകത നമ്മളെ പിരിച്ചു കളയുക എന്നുള്ള, സെപ്പറേറ്റ് ആക്കുക എന്നുള്ള. എന്നാൽ ദൈവത്തിന്റെ പ്രത്യേകത നമ്മളെ ഒന്നാക്കുക എന്നുള്ള. അപ്പൊ ഇന്ന് ക്രിസ്തു യേശുവിലേക്ക് മടങ്ങി വരുന്നതിലൂടെ സംഭവിക്കുന്ന നമ്മൾ ഏക ശരീരമായി മാറുക ക്രിസ്തുവോടുകൂടെ. അതോടുകൂടി നമുക്ക് എന്നാ കിട്ടുന്നത്? വാഴുവാനുള്ള അധികാരം കിട്ടുകയാണ്. ദൈവം പറഞ്ഞ ഏക ശരീരത്തിലായിരിക്കുമ്പോഴുണ്ടാകുന്ന അനുഗ്രഹം അത് നമുക്ക് പ്രാപിക്കാനിടയിൽ തരും. ഇനി നിങ്ങൾ രണ്ടല്ല ഒന്നാണെന്നാണ് സ്വതന്ത്രം കല്യാണം കഴിക്കുമ്പോഴും ഒക്കെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പറയുന്നത്. ദൈവ വ്യവസ്ഥയുടെ പദ്ധതി ഒന്നാകുക എന്നുള്ളതാണ്. ഇന്ന് ആരെങ്കിലുമൊക്കെ ചിതറിത്തെറിച്ചൊക്കെ നിൽപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നായി തീർന്നാൽ അനുഗ്രഹിക്കപ്പെടും. അത് സൗഹൃദമാണേലും കൊള്ളാം, കുടുംബജീവിതമാണേലും കൊള്ളാം, മക്കളും അപ്പനും അമ്മയും എല്ലാവരും ആണേലും കൊള്ളാം, എവിടെയാണേലും നിങ്ങൾ ഒന്നാകുന്നിടത്ത് അനുഗ്രഹം. അതുകൊണ്ട് കർത്താവ് പറയും, നിങ്ങൾ 2-3 പേർ ഒരുമനപ്പെട്ട് എന്റെ നാമത്തിൽ നിങ്ങൾ 2 പേർ ഐകമത്യപ്പെട്ട് എന്റെ നാമത്തിൽ ചോദിക്കുന്നു, ഓക്കെ, ഞാനത് നിങ്ങൾക്ക് പുത്രന്റെ നാമം മഹത്വപ്പെടുവാനായിട്ട് ചെയ്തു തരുമെന്ന് പറഞ്ഞു. അപ്പൊ ഒരുമനപ്പെടുക, ഒന്നിക്കുക, ഏകമായി തീരുക, ഏക ശരീരമായി തീരുക, ഇതെല്ലാമാണ് അനുഗ്രഹത്തിന്റെ ലക്ഷണം എന്ന് പറയാനായിട്ടാണ് ഞാൻ വന്നത്. അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ഇരുന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പിടിച്ചു മേടിക്കുമെന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലുമൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ചുമ്മാതെ മനസ്സിൽ പിണക്കം വെച്ചുകൊണ്ട്, പരിഭവം വെച്ചുകൊണ്ട് ഒരു കൂട്ടായ്മയ്ക്ക് അതുപോലെ കൂട്ടായ്മയിലുള്ളവരെല്ലാം ചിതറിത്തെറിച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ട് അനുഗ്രഹം ഉണ്ടാകും? ഇല്ല. ഇന്നലെ നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ ഞാൻ പറയുന്നില്ല, കാര്യം ആളും പശ്ചാത്തലമൊന്നും പറയുന്നില്ല. സഭയിൽ ഇത്ര പേര് ഇന്ന രോഗികളുണ്ട്, ഇത്ര പേര് ഇന്ന രോഗികളുണ്ടെന്ന് പറഞ്ഞു. 2500 പേര് കൂടുന്ന ഒരു വലിയ സഭയിൽ. അപ്പൊ അത് കേട്ടപ്പോൾ എന്റെ മനസ്സിൽ ഒരു വലിയ ആത്മഭാരം തോന്നി. അവിടെ ഒരേ മനസ്സോടെ അവർ നിൽക്കുകയാണെങ്കിൽ, ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ഒരുമിച്ച് പൊരുതുകയാണെങ്കിൽ ഈ രോഗബന്ധനങ്ങളും ഈ തകർച്ചകൾക്കും ഒക്കെ പരിഹാരം ഉണ്ടാക്കണം, ഉണ്ടായേ പറ്റൂ. അവിടെ ഒരുമിക്കുന്നിടത്ത് അത്ഭുതം നടക്കുന്നത്. അപ്പൊ ആ സഭ ഒരുമനപ്പെടണം, സഭ ഒന്നിച്ചു നിൽക്കണം. സ്തോത്രം. അവിടെ പല തട്ടിലും പല ആലോചനകളിലും നിന്നാൽ ഒരിക്കലും അങ്ങനെയുള്ള സഭകളിൽ പോയിട്ട് കാര്യവുമില്ല, അവിടെ അനുഗ്രഹം ഉണ്ടാകത്തുമില്ല. ഏക മനസ്സോടെ കൂടി വരുന്നിടത്താണ് ദൈവ അത്ഭുത പ്രവർത്തികൾ നടക്കുന്നത്. ശലോമോന്റെ മണ്ഡലത്തിൽ ഒരു ഏക മനസ്സോടെ കൂടി വന്നു. അവർ പോയി പലയിടത്തും വീര്യപ്രവർത്തികൾ സംഭവിച്ചു എന്ന് നമ്മൾ തിരുവചനത്തിൽ കാണുക. ശിഷ്യന്മാര് പോയിടത്തൊക്കെയും ദൈവത്തിന്റെ ആത്മാവ് അവനോടുകൂടി ഇരുന്ന് ആ തിരുവചനത്തെ ഉറപ്പിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്തു. അപ്പൊ ഏകമായി തീരുന്നതാണ് അനുഗ്രഹം എന്ന് പറയുന്നത്. അത് നമുക്ക് സ്വതന്ത്രം നമുക്ക് കാണാം. സഭയിൽ അങ്ങനെ ഒരുമനപ്പെടുന്ന സഭ വിശാലത പ്രാപിക്കും, വലിയ വിശാലത ഉണ്ടാകും. കുടുംബജീവിതത്തിൽ ഒരുമനപ്പെടുന്നവർ അനുഗ്രഹിക്കപ്പെടുവാനിടയായി തീരും. അവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുവാനിടയായി തീരും. എവിടെ 2 പേർ ഒന്നിച്ചു നിൽക്കുന്നു അവിടെയാണ് ദൈവത്തിന്റെ അനുഗ്രഹം. മനുഷ്യൻ എവിടെ കൂട്ടമായി ചിതറി നടക്കാതെ മനുഷ്യൻ കൂട്ടമായി നിന്ന് ഒരു മനസ്സോടെ ദൈവത്തോട് ചേർന്ന് ആരാധിക്കുന്നു, ദൈവത്തോടു കൂടെ വസിക്കുന്നു, അവിടെ അനുഗ്രഹം ഉണ്ടാകും. അപ്പൊ ഇന്ന് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളോട് അതാണ് എനിക്ക് ദൂത് പറയാനുള്ളത്. ത്രിയേകനായിരുന്നവൻ മനുഷ്യനെ നിർമ്മിച്ചപ്പോഴും ഏക ശരീരമായി നിർമ്മിച്ചു. ഒരു ശരീരത്തിനുള്ളിൽ തന്നെയാണ് ആദവും ഹവ്വയും ഉണ്ടായിരുന്നത്. അവരുടെ ദൈവത്തിന്റെ സദൃശ്യത്തിൽ അവരെ സൃഷ്ടിച്ചു. എന്നിട്ട് ആ ഒരുമിച്ച് നിന്നവരോട് പറഞ്ഞു സകലതിനെയും അടക്കി വാഴുവാൻ പറഞ്ഞു. അതിനുശേഷം അവർ സെപ്പറേറ്റ് ചെയ്തതിനു ശേഷം അവരെപ്പോ സ്വത്രം പിരിഞ്ഞോ, സ്വന്തം പാവം അവരെ പിരിച്ചോ, അന്ന് മുതൽ അവർക്ക് വാഴുവാനുള്ള അധികാരവും നഷ്ടപ്പെട്ടു, അനുഗ്രഹങ്ങളും നഷ്ടപ്പെട്ടു. അവർ ഭൂമിയിലൊക്കെയും അലഞ്ഞു നടന്ന് അധ്വാനിച്ച് പ്രയത്നിച്ച് അവരുടെ ജീവിതം പുലർത്തേണ്ട കണ്ണുനീരോടെ അല്ലെങ്കിൽ വിയർപ്പോടെ അപ്പം ഭക്ഷിക്കേണ്ട അനുഭവത്തിലേക്ക് അവർ മാറുവാനിടയെത്തുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ വീണ്ടും നമുക്കൊരു അവസരം തന്നു ഒന്നു ചേരുവാനായിട്ട്. അവന്റെ ശരീരം തകർക്കപ്പെട്ടിട്ട് അവനിൽ വിശ്വസിക്കുന്നവൻ അവന്റെ ആ ഏക ശരീരത്തിൽ നമ്മളെ ഒന്നാക്കി തീർന്നു. ക്രിസ്തുവിനോട് നമ്മളെ അനുരൂപരാക്കി തീർന്നു. ക്രിസ്തുവിന്റെ ശരീരത്തോട് നമ്മളെ ഏകീഭവിപ്പിച്ചു. ക്രിസ്തുവിന്റെ മരണത്തോട് ഏകീപിച്ചു, പുനരുദ്ധാനത്തോട് ഏകീപിച്ചു. സകലതും ക്രിസ്തുവിൽ ഒന്നായി ചേരുന്നു എന്ന് തിരുവചനം പറയാം. സകലം
ഒന്നായി ചേരുന്നു, ക്രിസ്തുവിൽ ഒന്നായി ചേരുന്നു. അപ്പൊ ക്രിസ്തുവിൽ ഒന്നായി ചേരുന്നതോടുകൂടി വീണ്ടും എന്താ സംഭവിച്ചത്? പിതാവായ ദൈവം ആദിയിൽ നൽകിയ അനുഗ്രഹത്തിന്റെ വാക്ക് നമ്മുടെ മേൽ കിടക്കുകയാണ്. അവരെ അനുഗ്രഹിച്ചു. ക്രിസ്തുവിൽ ഒന്നായി ചേർന്ന, ക്രിസ്തുവിലായി തീർന്ന നമ്മളെ അനുഗ്രഹിച്ചു. സകലതിനെയും വാഴുവാനുള്ള അധികാരങ്ങളും നമ്മുടെ മേൽ കർത്താവ് പകർന്നു. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കുടുംബത്തിൽ ഒന്നായി നിൽക്കുവാൻ നിങ്ങൾ മാക്സിമം പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഒന്നാക്കണം. ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ ഒന്നായി ചേരട്ടെ. സഹോദരങ്ങൾ, അപ്പനമ്മമാർ എല്ലാവരും ഒന്നായി വസിക്കട്ടെ. അങ്ങനെ കുടുംബങ്ങളിൽ ഒരുമനപ്പെടുമ്പോൾ ആ കുടുംബം അനുഗ്രഹവും ഐശ്വര്യവും നിറഞ്ഞായി തീരും. കടമ പരസ്പരം കുറ്റം പറഞ്ഞ് പരിഭവം പറഞ്ഞ് മാറി നിൽക്കാതെ, കടം വന്നത് ഭർത്താവിലൂടെയോ ഭാര്യയിലൂടെയോ ആരിലൂടെ ആകട്ടെ, നിങ്ങൾ രണ്ടോട് ഒന്നിച്ച് നിന്നാൽ കടം മാറും. നിങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചാൽ കടം മാറും. എവിടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഉടർച്ചയുണ്ട്, നിങ്ങൾ രണ്ട് തട്ടി നിൽക്കാതെ നിങ്ങൾ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കും. ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളുമായിട്ട് സ്വന്തം അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളും അപ്പനും അമ്മയും നിങ്ങളെല്ലാവരോടും ഒരുമനപ്പെട്ടിരിക്കുക. അവിടെ നിങ്ങളുടെ കുടുംബത്തിന്റെ സ്ഥിതിഗതികൾക്ക് മാറ്റമുണ്ടാകും. എവിടെയായിരുന്നാലും ഒന്നാകുന്നിടത്ത് അത്ഭുതം സൃഷ്ടിക്കപ്പെടുമെന്ന് പറയാനാണ് ഞാൻ ഈ പ്രഭാതം സമയമെടുത്തത്. എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. ക്രിസ്തുവിന്റെ ശരീരത്തിൽ നമ്മളെ ഒന്നാക്കി തീർത്തു. ഇരുപക്ഷക്കാരായിരുന്ന നമ്മളെ, സ്തോത്രം, ക്രിസ്തു എന്ന ഏക ശരീരത്തിൽ, സ്തോത്രം, നമ്മളെ ഒന്നായി തീർത്ത് പിതാവിന്റെ സന്നിധിയിലേക്ക് പ്രവേശനം ലഭിച്ചു. ക്രിസ്തുവിന്റെ ശരീരത്തോട് ഒന്നു ചേർന്നവനും ക്രിസ്തുവിനെ ഭക്ഷിച്ചവനും ക്രിസ്തുവിനെ ആചരിച്ചവനും ക്രിസ്തുവിനോട് ചേർന്ന് വസിച്ചവർക്ക് മാത്രമേ ദൈവരാജ്യമുള്ളൂ. അവനോട് ഏകീഭവിച്ചവർക്ക് മാത്രമേ ദൈവരാജ്യമുള്ളൂ. അവനിൽ ഒന്നായി ചേർന്നവർക്ക് മാത്രമേ ദൈവരാജ്യമുള്ളൂ. അതാണ് ദൈവത്തിന്റെ വ്യവസ്ഥ. അവരൊന്നായിരിക്കുന്ന പോലെ പിതാവും പുത്രൻ, കർത്താവായ യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ അവരും നമ്മിൽ വസിക്കേണ്ടതിനെന്നാണ് പറയുന്നത്. അപ്പം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അവർ ഒന്നായിരിക്കുന്ന പോലെ നമ്മളും അവനിൽ വസിക്കേണ്ടതിന്, അവനിൽ ചേർന്ന് വസിക്കേണ്ടതിന് സ്വതന്ത്രം നമ്മൾ മേഘശരീരമായി തീരണം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. കുടുംബങ്ങളിൽ നിങ്ങൾ ഒന്നുചേരാം, സൗഹൃദങ്ങളിൽ നിങ്ങൾ ഒന്നുചേരാം, സഭകളിൽ നിങ്ങൾ ഒന്നുചേരാം. പിണക്കങ്ങളും അകൽച്ചകളും ഈർഷ്യകളും എല്ലാം മാറ്റിവെച്ച് ഒന്നുചേർന്ന് ഒരുമിച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കുടുംബജീവിതത്തിലും വിദ്യാഭ്യാസത്തിലും തലമുറയിലും എല്ലാം അതുപോലെ ആ അനുഗ്രഹം പ്രാപിപ്പാൻ ഇടയായി തീരട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ നിർമ്മിച്ച നമ്മളാണ് അനുഗ്രഹത്തിന് ഭിന്നതയുണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്നു ചേർന്ന് നിൽക്കാം, ഒരുമനപ്പെടാം, ഒന്നിച്ച് പ്രാർത്ഥിക്കാം, സ്വതന്ത്രം ക്രിസ്തുവിൽ ഏക ശരീരമായി നിൽക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഗഡ് ബ്ലസ് യു, ലവ് യു. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ കണ്ണുകളെ അടയ്ക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ പുത്രൻ, ഞങ്ങളുടെ രക്ഷിതാവുമായ യേശുവിന്റെ നാമത്തിൽ തിരുസലിലേക്ക് വരിക. ഞങ്ങളെ കർത്താവെ ക്രിസ്തു യേശുവിൽ ഏക ശരീരമാക്കി തീർത്ത പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ കർത്താവെ സ്വതന്ത്രം നാനാ തുറകളിലെ വിഷയങ്ങൾ ഇന്ന് പങ്കുവയ്ക്കപ്പെട്ടിരിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങിയവരെ വിടുവിക്കണമേ. കെട്ടുകൾ അഴിയപ്പെടുമാറാണം, മുഖങ്ങൾ ഉടയപ്പെടുമാറാണം, ബാധകൾ മാറണം. കർത്താവ് ക്രിസ്തുവിൽ സ്വതന്ത്രരായി തീരണം. കർത്താവിനെ കേൾപ്പിച്ച പോലെ ഞങ്ങൾക്ക് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാൻ കൃപ തരണമേ. ഇന്ന് പ്രഭാതത്തിൽ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരുടെ സകല കെട്ടുകളും അഴിയട്ടെ. ദുരിതങ്ങളിൽ ഇരിക്കുന്നവർ കർത്താവ് ഈ സമയം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ. പിതാവെ, ഞങ്ങൾ ഒരുമിച്ച് യേശുവിന്റെ നാമത്തിൽ തിരുസലിലേക്ക് അടുത്തു വരികയാണ്. കർത്താവ് അവരുടെ കെട്ടുകളെ അഴിക്കണമേ, അവരെ സ്വതന്ത്രമാക്കണമേ. കടഭാരങ്ങൾ, രോഗബന്ധനങ്ങൾ, സാമ്പത്തികമായ വിഷയങ്ങൾ, കുടുംബ പരാജയങ്ങൾ, വിദ്യാഭ്യാസ പരാജയങ്ങൾ, സകലത്തിലും സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇടപെടലുകൾ ഉണ്ടാകണം, നീക്കുപോക്കുണ്ടാകണം, അനുഗ്രഹിക്കണം, കുറവുകളെ മാറ്റണം, ഉള്ളംകരങ്ങളിലേക്ക് തരിക. ആദ്യമായി കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുന്നു. ചാനൽ വണ്ണിന്റെ എല്ലാ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കുന്നു. ഓൺലൈനിൽ വിവിധ ഭാരങ്ങളോടെ കാണുന്നവരുടെ വിടുതലിനായി യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന് സകല മഹത്വവും തരികയാണ്. പിതാവ് പ്രാർത്ഥന കേൾക്കുന്നതിനായി നന്ദി. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരും ഐശ്വര്യം അനുഗ്രഹിക്കട്ടെ. നാളെ പ്രഭാതത്തിൽ വീണ്ടും ഒരുമിച്ച് കാണാം. എല്ലാ ദിവസവും വൈകിട്ട് 8 തൊട്ട് 9 വരെ നമ്മുടെ കുടുംബ പ്രാർത്ഥനയുണ്ട്. ജോയിൻ ചെയ്യാൻ കഴിയുന്ന പ്രിയപ്പെട്ടവരെ ആ ലിങ്ക് വാട്സപ്പിൽ അയച്ചു തരാം. നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വതന്ത്രം 24 hours പ്രാർത്ഥിക്കും. നമ്മുടെ കുടുംബാംഗങ്ങളും നമ്മുടെ കൂട്ടായ്മയിലുണ്ട്. സ്വതന്ത്രം ആ 24 hours പ്രയറിലേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രാർത്ഥനാ വിഷയം നിങ്ങളെ ഭാരപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ അതിനകത്ത് ഒരുമിച്ച് 24 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗഡ് ബ്ലസ് യു, ലവ് യു. നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ് മാത്യു.